അമ്മായിയമ്മ വലിയൊരു കേമിയാണെന്ന് സന്ദീപിനറിയാം. പക്ഷേ ഇത്രയും കുൽസിതമാണെന്ന് മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. എന്തായാലും സന്ദീപിൻ്റെ മേലിൽ കിടക്കാം. മാഡം, എൻ്റെ പേര് സന്ദീപ്. യഥാർത്ഥ പേരല്ല. ഞാൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. വേറെ ജില്ലയിലാണ് വർക്ക് ചെയ്യുന്നത്. അതും പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിനടുത്ത്. അവിടെ എനിക്ക് താമസിക്കാൻ ഒരു അക്കോമഡേഷൻ കിട്ടിയത് വേറെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ വീടിൻ്റെ മുകൾ നിലയിലാണ്. ഒരു ബെഡ്റൂമും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റാഫും താമസിച്ചിരുന്നത്. അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോയപ്പോഴാണല്ലോ ഞാൻ ചെന്നത്. എനിക്ക് ആ വീട് കിട്ടി. താഴെയുള്ളത് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ്. അയാൾ സർവീസിലിരിക്കെ മരിച്ചു പോയതാണ്. അവർക്ക് 42 വയസ്സുണ്ട്. പേര് രമ്യ. 2 മക്കളുണ്ട്. മൂത്ത മകൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഇളയ മകൻ +2 പഠിക്കുന്നു. അവർക്ക് 42 വയസ്സുണ്ട്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു 32 35 വയസ്സ് മാക്സിമം പറയും. അത്രയേ ഉള്ളൂ. എന്തായാലും അതീവ സുന്ദരിയായതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കും. വേണമെങ്കിൽ അവർക്ക് ഇനിയും കല്യാണം കഴിക്കാവുന്നേ ഉള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നും. എങ്കിലും മാന്യമായ പെരുമാറ്റമാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രമ്യ ചേച്ചി എന്നോട് പറഞ്ഞു, മോനെ, എൻ്റെ ഭർത്താവ് മരിച്ച ശേഷവും അതിനു മുമ്പൊക്കെ ഇവിടെ ആളുകൾ താമസിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴല്ല നാട്ടുകാർ പറഞ്ഞത് ഭർത്താവ് മരിക്കുന്നതിന് മുമ്പും മരിച്ചു കഴിഞ്ഞും ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരോടാണ് എനിക്ക് താല്പര്യം. ഭർത്താവ് പോയി കഴിഞ്ഞപ്പോഴേക്കും ബാങ്കിൽ ജോലിയുള്ള ആളുകളെ ഞാൻ ഇവിടെ താമസിപ്പിച്ച് എൻജോയ് ചെയ്യുകയാണ് എന്നാണ് ആളുകൾ പറഞ്ഞത്. അയ്യോ ചേച്ചി, എത്ര മാന്യമായിട്ടാണ് ചേച്ചി നടക്കുന്നത്. എന്നിട്ട് ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടോ? ആ, അതൊക്കെ പുറത്ത് പറയും. വിധവയായി കഴിഞ്ഞാൽ അങ്ങനെയല്ലേ, ആളുകൾക്ക് എന്ത് പറയാമല്ലോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ വീട്ടിലേക്ക് ഞാൻ മോനെ ക്ഷണിക്കില്ല. മോൻ താഴേക്ക് ഇറങ്ങി വന്ന് എൻ്റെ വീട്ടിലേക്ക് കയറി സമയം ചെലവഴിക്കരുത്. ഞാനത് എല്ലാവരോടും പറയാറുണ്ട്. കാര്യം ആളുകൾ ശ്രദ്ധിക്കുകയാണ്. നമ്മുടെ മനസ്സിലെ ഉദ്ദേശങ്ങളോ ലക്ഷ്യങ്ങളോ ഒന്നും ആളുകൾക്ക് മനസ്സിലാകില്ല. അവർക്കാകെ കൂടി ഒരു ഉദ്ദേശവും ലക്ഷ്യവും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി ചേച്ചി, ഞാൻ താഴേക്ക് വരുന്നില്ല. പിന്നെ മോൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ അമ്മയോ അമ്മായിമ്മയോ ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് താഴെ വന്ന് താമസിക്കുകയോ അവിടെ വരികയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലാതെ മോൻ അങ്ങോട്ട് വരുന്നതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ ഭക്ഷണമൊക്കെ ഞാൻ മുകളിൽ കൊണ്ട് വെച്ചേക്കാം എന്ന് പറഞ്ഞു. എന്നും വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ ഫോൺ വിളിക്കും. നാളെ ഫുഡ് വേണോ വേണ്ടയോ, ലഞ്ച് ബോക്സ് വേണോ വേണ്ടയോ എന്നൊക്കെ പറയണം. അതിനനുസരിച്ച് ചേച്ചി അവിടെ പ്രവർത്തന നിരതയാകും. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പുള്ളിക്കാരി ദൂരെങ്ങും പോകില്ല. അഥവാ എവിടെയെങ്കിലും പോയാലും വേറെ ഒരു ബന്ധുവായ സ്ത്രീയുണ്ട്. അവർ വന്ന് എല്ലാം ഓക്കെ ആക്കും. അങ്ങനെ പക്ക ക്ലീനായൊരു സെറ്റപ്പാണ് ചേച്ചിയുടെ എല്ലാ പ്രവർത്തനങ്ങളും. മുകളിലത്തെ നിലയിൽ ഇരുന്നു കൊണ്ട് താഴെയുള്ള ചേച്ചിയോട് ഫോണിൽ വിളിച്ചാണ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുക. അല്ലാതെ നേരെ അവരുടെ വീട്ടിലോ സിറ്റൗട്ടിലോ ഒന്നും പോയിരുന്ന് ഒന്നും പറയാറില്ല. അവിടുത്തെ നാട്ടുകാർ അങ്ങനെയാണത്രേ. എന്തെങ്കിലും ആട്ടെ, നമുക്ക് സ്വസ്ഥതയല്ലേ പ്രധാനം. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. ഭാര്യ BEd പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം അവൾക്ക് ഇവിടെ ഒന്ന് താമസിക്കാൻ വയ്യ. പിന്നെ അമ്മയുണ്ട് വീട്ടിൽ. അമ്മ ഇവിടെ നിന്ന് താമസിക്കില്ല. എൻ്റെ ഭാര്യ ഒരു പാവമാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവൾ പ്രശ്നം ഉണ്ടാക്കുന്നത് അവളുടെ അമ്മ ഇടയ്ക്ക് ഇളക്കി വിടുമ്പോഴാണ്. പുള്ളിക്കാരി ഇത്തിരി ഹൈപ്പർ ആക്റ്റീവാണ്. 45 വയസ്സുണ്ടെങ്കിലും സ്വയമായി പറയുന്നത് ഞാൻ 25കാരിയാണെന്നാണ്. ഓവർ കോൺഫിഡൻസ് ആണ്. ഓവർ വർത്തമാനവും എവിടെയും ഇടിച്ചു കയറി സംസാരിക്കാനുള്ള കഴിവും ഒക്കെയുണ്ട്. പിന്നെ പണമൊക്കെയുണ്ട്. ഞാനിതോ കോവിലകത്തെയാണ് എന്നുള്ള മട്ടിലൊക്കെ വേണമെങ്കിൽ തട്ടിവിടുന്ന ടൈപ്പാണ്. പക്ഷേ സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എന്തായാലും ആ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടാൻ പോകാറില്ല. വൈഫ് അത്ര പ്രശ്നമില്ലാത്ത സമയത്തും അമ്മായിമ്മ വന്ന് നിസ്സാര കാര്യത്തിന് കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും ചില പ്രശ്നങ്ങൾ ഞാനും ഭാര്യയും തമ്മിൽ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ അമ്മായിമ്മയ്ക്ക് എന്നോട് ചെറിയൊരു പേടിയുണ്ട്. കാര്യം ഞാൻ കൃത്യമായി പ്രതികരിക്കുന്ന ടൈപ്പാണ്. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് കാണില്ല. അതുകൊണ്ട് എന്നോട് ഡയറക്റ്റായിട്ട് അങ്ങനെ അങ്ങ് പ്രശ്നത്തിന് വരില്ല. എന്നാലും ഇതിൻ്റെ പിന്നിൽ അവരാണെന്ന് എനിക്കറിയാം. എൻ്റെ അമ്മ എപ്പോഴും പറയും, എടാ നിൻ്റെ അമ്മായിമ്മയെ ശ്രദ്ധിക്കണം കേട്ടോ, അവൾ വരമ്പത്തൂന്ന് തെറിച്ച് നടക്കുകയാണെന്ന്. അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട്. പക്ഷേ എല്ലാവരും ആലോചിച്ചുറപ്പിച്ച് ജാതകമൊക്കെ നോക്കി കല്യാണം കഴിച്ചല്ലേ. അപ്പം നമുക്ക് ഒന്നും പറയാനും പറ്റില്ല. അമ്മായച്ചനുണ്ട്, പക്ഷേ പുള്ളിക്കാരൻ ഇവിടെ ഇല്ല. മാംഗ്ലൂരാണ്. അവിടെ ഒരു സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് ജോലി ചെയ്യുകയാണ്. പഴയ സർവീസിലിരുന്ന ആളാണ്. എല്ലാ മാസവും കുറച്ച് പൈസ അമ്മായിമ്മയ്ക്ക് കൊടുക്കും ചിലവിന് വേണ്ടിയിട്ട്. പക്ഷേ അതിലൊന്നും അമ്മായിമ്മയുടെ ചിലവും കടവും നിൽക്കില്ലെന്ന് പുള്ളിക്കാരനറിയാം. കടമൊക്കെ ഉണ്ടാക്കി അവിടെ എന്തോ പ്രശ്നങ്ങളും വഴക്കുമൊക്കെ മിക്കവാറും നടക്കാറുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനതിൽ ഇടപെടില്ല. എൻ്റെ വിവാഹം ലളിതമായിട്ടാണ് നടന്നത്. അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുകയോ കൊടുക്കുകയോ വാങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് കല്യാണം നടത്തി അവർ കടമുണ്ടാക്കിയെന്ന് പറയേണ്ട ഗതികേടൊന്നുമില്ല. പക്ഷേ അവരല്ലാതെ എന്തൊക്കെയോ തരികിടയുണ്ടെന്ന് വിവാഹശേഷം എനിക്ക് മനസ്സിലായി. ഭാര്യ വീട്ടിൽ ചെന്ന് താമസിക്കുമ്പോൾ അമ്മായിപ്പനും അമ്മായിമ്മയും വഴക്കുണ്ടാക്കുന്നത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവർ ഇത്തിരി തരികിടയാണെന്നും. എന്തായാലും ഞാൻ ഈ പുതിയ സ്ഥലത്ത്, അതും ഫേമസായ അമ്പലത്തിൻ്റെ അടുത്ത് വന്ന് താമസിച്ചപ്പോഴേക്കും എൻ്റെ അമ്മായിമ്മയ്ക്കും ഭാര്യയ്ക്കും ഇവിടെ വന്നേ പറ്റൂ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിൽക്കണം. കാര്യം അമ്പലത്തിൽ പോകാൻ സൗകര്യമാണല്ലോ. മാസത്തിൽ ഒരു തവണ ഭാര്യയെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. അങ്ങനെ ഭാര്യ രമ്യ ചേച്ചിയുമായിട്ട് നല്ല കൂട്ടായി. അവൾ താഴേക്ക് ഇറങ്ങിപ്പോയി ഒത്തിരി നേരം സംസാരിക്കും. ചിലപ്പോൾ ഞാനും ഭാര്യയും കൂടെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് പിന്നെ രമ്യ ചേച്ചി അവളും കൂടെ പോകും. അങ്ങനെ 2-3 വട്ടം കഴിഞ്ഞപ്പോഴേക്കും അമ്മായും ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്താ അമ്മ വിശേഷമെന്ന്. വിശേഷം എന്താണെന്ന് നിനക്കറിയില്ലേ? നീ നിൻ്റെ ഭാര്യയെ മാത്രമായി കെട്ടിയൊരുക്കി കൊണ്ടുപോകുള്ളോ? അവൾ മാത്രമാണോ നിനക്ക് മുത്ത്? ഞങ്ങളാരും നിൻ്റെ ബന്ധക്കാരും സ്വന്തക്കാരും അല്ലേ? എന്താ അമ്മേ, അമ്മയ്ക്ക് എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? എടാ, ഞാൻ എത്ര വട്ടം പറഞ്ഞു എനിക്ക് അവിടെ നിന്ന് താമസിക്കണം, 2-3 ദിവസം അവിടെ നിന്ന് കുളിച്ച് തൊഴണം. അമ്മേ, ഇവിടെ ഞാൻ തനിയെ താമസിക്കുന്നത്. എൻ്റെ ഭാര്യ വരുന്ന പോലെയല്ല. അമ്മ എൻ്റെ കൂടെ വന്ന് 2-3 ദിവസം നിന്ന് കുളിച്ച് തൊഴുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ശരിയാകില്ലെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ കരുതുള്ളി. ആഹാ, ഞാൻ നിൻ്റെ കൂടെ വന്നു നിന്ന് കഴിഞ്ഞാൽ എന്താ, ഭൂമി ഇടിഞ്ഞു വീഴുവോ അതോ മാനം പിളർക്കുവോ? എടാ, നിൻ്റെ അമ്മ വന്നു നിന്ന് കഴിഞ്ഞാൽ നീ സമ്മതിക്കില്ലേ? ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, അമ്മയ്ക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ വയ്യ. ഭാര്യ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അതുമാത്രമല്ല, താഴെ ഒരു കുടുംബം താമസിക്കുന്നുമുണ്ട്, അവർ വിധവയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ, ആ വിധവ, അപ്പം പിന്നെ നിനക്ക് കോളടിച്ചല്ലോ. അവൾക്ക് ഭർത്താവില്ല, മുകളിൽ ഭർത്താവുണ്ട്. എന്ത് വേണം? അവൾക്ക് സന്തോഷം, നിനക്ക് സന്തോഷം. നാട്ടിൽ എൻ്റെ മോള് ഭാര്യ, അവിടെ വിധവ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് മനസ്സിലായി ഇവിടെ വായിൽ കൂടി കയറി ഇറങ്ങാൻ പറ്റില്ലെന്ന്. എൻ്റെ അമ്മേ, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞത്? നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? വല്ല പ്രശ്നമുണ്ടോ എന്ന് പച്ച മലയാളത്തിൽ ഞാനൊരു വാക്ക് ചേർത്ത് ചോദിച്ചു. അത് കേട്ടപ്പോഴാണ് പുള്ളിക്കാരി ഒന്ന് അടങ്ങിയത്. എൻ്റെ വായിൽ നിന്ന് ഇനി നല്ല പൂരപ്പാട്ട് കേൾക്കുന്ന മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും, നീ ഇങ്ങനെ സ്നേഹമില്ലാത്തവനാകരുത്. ഒന്നല്ലെങ്കിലും ഞാൻ നിൻ്റെ അമ്മായിമ്മയല്ലേ? ഞാൻ പറഞ്ഞു, ശരി, അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവളുടെ കൂടെ അമ്മയും വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നീട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂടെ അമ്മയും അവളും കൂടെ വന്നു. ഇത്തവണ അവധി ദിവസമാണ്. അമ്മ 2-3 ദിവസം നിൽക്കും, ഭാര്യ നിൽക്കും. എന്നിട്ട് അവർക്ക് 3-4 നേരം അമ്പലത്തിൽ പോകണമെങ്കിൽ പോയിക്കോട്ടെ, അമ്പലത്തിൽ തന്നെ പോയി ഇരിക്കുകയോ അല്ലെങ്കിൽ ഭജനം ഇരിക്കുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ. ഇവിടെ വന്നപ്പോൾ എൻ്റെ ഭാര്യ താഴേക്ക് ഇറങ്ങിപ്പോയി. കൂട്ടത്തിൽ അമ്മായിമ്മയും പോയി. അവിടെ ചെന്നിട്ട് അവരെ നന്നായി സോപ്പിട്ടു. അയ്യോ, എൻ്റെ മരുമകൻ പറഞ്ഞിട്ടുണ്ട് നല്ല സുന്ദരിയായ ഒരാളാണ് ഇവിടെ താമസിക്കുന്നതെന്ന്. രമേ, ഞാൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല. എന്തൊരു സുന്ദരിയാ! എന്താ കല്യാണം കഴിക്കാതിരുന്നത്? ഭർത്താവ് മരിച്ചു പോയെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാതിരിക്കരുത്. കാര്യം ഇത്രയും സുന്ദരികളായ സ്ത്രീകൾ ഇങ്ങനെ ജീവിതം വേസ്റ്റ് ചെയ്യാമോ എന്നൊക്കെ അവരോട് ചോദിച്ചെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു. അമ്മ എന്തിനാണ് ഇതുവരെ കാണാത്ത അവരോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പോയത്? അപ്പോഴേക്കും അമ്മമ്മ പറയുകയാണ്, അതിനെന്താ, അവൾക്ക് ഞാൻ ചോദിച്ചതൊക്കെ ഇഷ്ടപ്പെട്ടു. ദേ, വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുകയാണെന്ന് പറഞ്ഞു. ആഹാ, കൊള്ളാലോ. വൈകുന്നേരം സ്ത്രീകൾ 3 പേരും കൂടെ അമ്പലത്തിൽ പോയി. തിരിച്ചു വന്നിട്ട് എന്നോട് അമ്മായിമ്മ പറയുകയാണ്, നിങ്ങൾ 2 പേരും കൂടി ഇരുന്ന് സൊള്ളിക്കോ, ഞാൻ ദേ താഴെ പോയി രമ്യ ഒന്ന് സഹായിക്കട്ടെ. അവൾക്കിന്ന് ഞാൻ പുതിയൊരു കറി ചപ്പാത്തിക്ക് പഠിപ്പിച്ചു കൊടുക്കും. അമ്മ പഠിപ്പിക്കണമെന്നില്ല, ചേച്ചിക്ക് നന്നായിട്ടെല്ലാം വെക്കാൻ അറിയാം. പുച്ഛം നിനക്കം, എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ചാടിത്തുള്ളിപ്പോയി. താഴെയാണെങ്കിൽ 2 പേരും തമ്മിലുള്ള ചിരിയും ഒച്ചയും ഒക്കെ ഞങ്ങൾക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞു, ഇവർ പക്ഷേ പെട്ടെന്ന് അങ്ങനൊന്നും ആരോടും അടുക്കുന്നതല്ല. എൻ്റെ ഭാര്യ ചോദിച്ച ആര്? അല്ല, രമ്യ ചേച്ചിയെ. പെട്ടെന്ന് അങ്ങോട്ട് അടുക്കില്ല, പക്ഷേ നിൻ്റെ അമ്മയോട് ഭയങ്കരമായിട്ട് അടുത്തു. അത് പിന്നെ അമ്മ പ്രശംസാ വാചകങ്ങൾ കൊണ്ട് അങ്ങ് മൂടിയില്ലേ. സുന്ദരിയാണെന്നും കൊച്ചു പയ്യന്മാർ പോലും കണ്ടു കഴിഞ്ഞാൽ മോഹിക്കുമെന്നും ഒക്കെ പറഞ്ഞ് അവരെ ആകെ ഇളക്കി വിട്ടിട്ടുണ്ട്. ഇടി, നിൻ്റെ അമ്മയ്ക്ക് എന്തിന് കേടാണ്? ഇവർക്ക് ശരിക്കും മറ്റേ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞ് ഭാര്യയുടെ ചെവിയിൽ ഞാൻ പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, എനിക്കറിയില്ല, എൻ്റെ അമ്മയാണ്, എനിക്കൊന്നും അസസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും. എൻ്റെ അച്ഛനും അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ആ അമ്മയുടെ മോളായ നിനക്ക് ഇങ്ങനെയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ ഭാര്യനോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഉദ്ദേശിച്ച്? അല്ല, നിനക്ക് ഇത്ര ഇളക്കമില്ലല്ലോ എന്ന്. അതേ, ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണ്, എനിക്കത്ര ഇളക്കമൊന്നുമില്ല. നിങ്ങൾ എന്നെ വെറുതെ എൻ്റെ അമ്മയുടെ സ്വഭാവമായി കൂട്ടിക്കെട്ടണ്ട എന്ന് പറഞ്ഞു. എന്തായാലും ഞാനും ഭാര്യയും അവിടെ സ്വകാര്യത്തിൽ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു. താഴെയാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുകയോ പരത്തുകയോ കറി ഉണ്ടാക്കുക എന്തോ ആയിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മനെ വിളിച്ചു, മോനെ,
നിങ്ങൾ രണ്ടുപേരും താഴേക്ക് വാ, നമുക്ക് അത്താഴം കഴിക്കാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ചപ്പാത്തിയും കറിയും കൊണ്ട് അമ്മ ഇങ്ങി വാ, ചേച്ചി എല്ലാം അവിടെ പാത്രത്തിലാക്കി തരുമെന്ന്. വേണ്ട നീ ഇങ്ങി വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചു. ഇത്രയും നാളായിട്ടും അങ്ങൊരു ശീലമില്ല. അമ്മായിമ്മ വന്നപ്പോഴാണ് ഇതെല്ലാം ഉണ്ടായത്. എന്തായാലും ചേച്ചിക്ക് അസൗകര്യമൊന്നുമില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നാണ് കഴിച്ചത്. അപ്പോഴെല്ലാം രമ്യ ചേച്ചി അങ്ങ് പുകഴ്ത്തുകയാണ്. എടാ ഞാൻ ശരിക്കും ഇല്ലേ കറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴില്ലേ അവളാണെങ്കിൽ അതിനേക്കാൾ ഉഗ്ര റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നെ. ഒന്ന് നാക്കി വെച്ച് നോക്കി, എന്തൊരു നല്ല കറിയാ, ഇങ്ങനൊരു കറി ഈ അടുത്ത കാലത്ത് ഞാൻ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. എന്തിനാണ് ഇവരെ പൊക്കിയടിക്കുന്നത്? എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്തെങ്കിലും നിഗൂഢ ലക്ഷ്യങ്ങളുണ്ടോ? ഒരു പക്ഷേ അവരോട് കമ്പനി അടിച്ച് ഇവിടെ വന്ന് താമസിക്കാമല്ലോ ഇടയ്ക്കിടയ്ക്ക്, സ്വന്തമായി നടക്കുകയല്ലേ. അത് ശരിയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞു പോയ ശേഷം രമ്യ ചേച്ചി അമ്മായിമ്മയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. മോൻ്റെ അമ്മായിമ്മ എന്തൊരു എനർജിയാ, എന്തൊരു തൻ്റെടമാ, ശരിക്കും സ്ത്രീകളായാൽ അങ്ങനെ വേണമെന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. ഞാനൊന്ന് മൂളുക മാത്രം ചെയ്തു. എന്തായാലും ഒരു മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ അമ്മായിമ്മ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആ ഇന്നേ ഇവിടെ വിശേഷ ദിവസമാണ്, അമ്പലത്തിൽ ഞാനേ താഴെ നിന്നോളാം. രമ്യയോട് ഞാൻ പറഞ്ഞപ്പോൾ രമ്യനോട് പറഞ്ഞു, ആ വന്നു ചേച്ചി എൻ്റെ കൂടെ അങ്ങ് നിന്നോളാമെന്ന്. നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഞാൻ മേളോട്ടൊന്നും വരുന്നില്ല, നിൻ്റെ കൂടെ അങ്ങോട്ട് വരുന്നതേ ഇല്ല. ഞാനിപ്പോൾ നിൻ്റെ അമ്മായിമ്മ മാത്രമല്ല രമ്യയുടെ ഒരു ബന്ധു കൂടിയാണെന്ന് പറഞ്ഞു. ഞാനൊന്ന് മൂളി. ഭാര്യയോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ പറഞ്ഞു അവർക്ക് എന്തോ പ്രശ്നം വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ടാണെന്ന്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞു ചിരിച്ചു. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു അവസാനം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഈ വീട്ടിലെ അക്കോമഡേഷൻ എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഭയമുണ്ടെന്ന്. ഭാര്യയും പറഞ്ഞു ആ നിങ്ങളെ വരണം നോക്കി വെച്ചോ, ടൗണല്ലേ, ഇഷ്ടംപോലെ റൂമുകളൊക്കെ കാണും, നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കളിയാക്കുകയും ചെയ്തു. കാര്യം ഇവരെ നിയന്ത്രിക്കാൻ ഞങ്ങളെ രണ്ടുപേരും കൊണ്ട് പറ്റില്ല. ഇതൊക്കെ പലപ്പോഴും ആവർത്തിക്കുകയൊക്കെ ചെയ്തു. പിന്നെ 2-3 മാസം അമ്മായിമ്മ ഈ ഭാഗത്തേക്ക് വന്നതേയില്ല. ഒരു ദിവസം രമ്യ ചേച്ചി എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, മോനെ ചെറിയ ചില കാര്യങ്ങളുണ്ട്, ഞാൻ പറയട്ടെ എന്ന്. ഞാൻ ചോദിച്ചു എന്താ? അതെ, മോൻ്റെ അമ്മായിമ്മ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 30,000 രൂപ വാങ്ങിച്ചിരുന്നു. അവർക്കെന്തോ കടമൊക്കെ അടയ്ക്കാനുണ്ടെന്ന്. 45 ദിവസം കഴിഞ്ഞ് തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ 10-30 ദിവസം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. മോനോട് ഞാൻ എങ്ങനെ പറയാൻ ഓർത്തിരിക്കുകയായിരുന്നു. ചേച്ചി അവർ നമ്പർ 1 കുഴപ്പക്കാരിയാണ്, അതുകൊണ്ട് ചേച്ചി ശ്രദ്ധിക്കണമായിരുന്നു. സാരമില്ല, 30,000 രൂപയല്ലേ ഉള്ളൂ, ഞാൻ തരാം. പക്ഷേ ഒരിക്കൽ പോലും അവരെ ഇനി ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെ പറയരുത് മോനെ, വലിയ അഭിമാനിയാണ്, എങ്ങനെയോ പെട്ടുപോയതാണ്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചിട്ടെടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായി. അതുമാത്രമല്ല മോൻ അവരോടെന്തോ മുഖം കറുത്ത് പറഞ്ഞെന്നും എന്നോട് പറഞ്ഞു. ഞാനത് മുഖം കറുത്ത് പറയാനാ? അല്ല, അങ്ങനെയാണ് ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ മാനസികമായ വിഷമമാണെന്ന്. എൻ്റെ ചേച്ചി എനിക്കറിയില്ല, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എന്നോട് പറഞ്ഞു ചോദിക്കാൻ പറ്റില്ല, എങ്കിലും ഞാനങ്ങ് ചോദിക്കുകയാണ്. അമ്മായിയമ്മയോട് ഇത്രയ്ക്കും കൂടുതൽ അടുപ്പം വേണ്ടായിരുന്നു. അവർ സത്യം പറഞ്ഞാൽ കുറച്ച് ചെറുപ്പക്കാരിയെപ്പോൾ തോന്നുമെങ്കിലും അമ്മായിയമ്മ എപ്പോഴും അമ്മായിയമ്മയല്ലേ. അപ്പം ഭാര്യ അറിയാതെ ഇത്രയും അടുത്തത് ശരിയല്ലേ മോനെ? എന്നിട്ട് അത് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കലഹിക്കുന്നത് ഒട്ടും ശരിയല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആരും അറിയാതെ അത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അവർക്കും ഭർത്താവുള്ളതല്ലേ, മോന് ഭാര്യയുണ്ട്. പിന്നെ ഇങ്ങനെ സൗന്ദര്യപ്പണക്കം വേണോ? ഒന്നും അറിയാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നല്ലേ നല്ലത്. അത് കേട്ട് ഞാൻ അമ്പരന്ന് പോയി. ചേച്ചി എന്താ പറഞ്ഞത്? എൻ്റെ അമ്മായിമ്മ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു അത് കല്യാണം കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോഴേ മോൻ അവരുടെ പുറകെ നടക്കുകയായിരുന്നു. അവർ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചെന്നിട്ട് അമ്മയ്ക്ക് കറി കഴിഞ്ഞ് തരട്ടെ എന്നൊക്കെ ചോദിച്ച് കൂട്ടുകൂടാൻ ശ്രമിച്ചു. മരുമകനല്ലേ, അകറ്റി നിർത്താൻ ശ്രമിച്ചപ്പോഴേക്കും അടുത്തടുത്ത് ചെന്ന് ഓരോ കാര്യങ്ങളും സഹായം നീട്ടിക്കൊണ്ടിരുന്നു. ഒരു വട്ടം മോൻ രാത്രിയിൽ അവിടെ അച്ഛനില്ലാത്ത സമയത്ത് പച്ചക്കറി കൊണ്ട് ചെന്നല്ലോ അമ്മ പറഞ്ഞിട്ട്. ആ സമയത്ത് അമ്മ കുളിച്ചിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. വിളക്ക് കത്തിക്കാൻ സമ്മതിച്ചില്ല. നേരെ ചെന്ന് ആശ്ലേഷിക്കുകയും അമ്മ വേണ്ട വേണ്ടെന്ന് പറഞ്ഞതും മോനതൊന്നും വകവെക്കാതെ പള്ളിയറ തള്ളി തുറന്നില്ലേ. അതൊക്കെ ചേച്ചി എന്നോട് പറഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ചേച്ചിയെ സ്വതന്ത്രയാക്കിയത്. അന്ന് 2 ആഴ്ചത്തോളം ചേച്ചിക്ക് നടുവേനയായിരുന്നു. എന്നാലും ആ ഒരു ദിവസത്തോടു കൂടി ചേച്ചിയുടെ മനസ്സ് ആകെ മാറിപ്പോയി. പിന്നീട് മോൻ വന്നപ്പോഴൊന്നും ചേച്ചി ഒന്നിനെതിരെ പറഞ്ഞില്ലല്ലോ. 2, 3, 4 മണിക്കൂർ കഴിയുമ്പോഴല്ലേ മോൻ തിരിച്ചു പോവുക.
പിന്നെ ചേച്ചി മോന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും തയ്യാറാകുന്ന ഒരാളാണ്. കാര്യം അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്നിട്ട് ചേച്ചിയോട് മറുവാക്ക് പറയേണ്ട കാര്യമില്ലായിരുന്നു. ചേച്ചി പറയുമ്പോൾ ഇപ്പോൾ ദേഷ്യമാണ്. കാര്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയോട് മോൻ എതിർപ്പ് ഭാവിച്ച് നല്ലവൻ ചമയുകയാണ്, അവോയ്ഡ് ചെയ്യാണെന്ന് പറഞ്ഞ് ചേച്ചി കരഞ്ഞു. ഇത് കേട്ട് ഞാൻ അടിപൊളി ഞെട്ടിപ്പോയി. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടേ ഇല്ല ചേച്ചി. ശരിക്കും എൻ്റെ അമ്മായിമ്മയുടെ സ്വഭാവം ഇതാണ്. എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയാവുന്നതാണ്. അവർ ഇങ്ങനൊരു കള്ളക്കഥ ഉണ്ടാക്കി പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരിക്കൽ പോലും അവർ തനിയുള്ളപ്പോൾ ഞാൻ ആ വീട്ടിൽ പോയിട്ടേ ഇല്ല. ആ വീട്ടിൽ പോയി ഞാൻ അങ്ങനെ നിൽക്കാറുമില്ല. എനിക്ക് അവരോട് മാനസികമായി യാതൊരു അടുപ്പമില്ല. പിന്നെയാണോ മറ്റടുപ്പം എന്ന് ചോദിച്ചു. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി മൂക്കത്ത് വിരൽ വെച്ചു. എന്നിട്ട് വാട്സാപ്പിൽ ചില മെസ്സേജുകളൊക്കെ ഓണാക്കി എന്നെ കേൾപ്പിച്ചു. അതിലൊക്കെ അമ്മായിയമ്മ എന്നെ വർണ്ണിക്കുകയാണ്. അവൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴില്ലേ, ഇവിടെ വന്നപ്പോൾ എൻ്റെ മോൾ അറിയാതെ വരികയായിരുന്നു. ഞാൻ പറഞ്ഞു ഇന്ന് വേണ്ട വേണ്ടെന്ന്. അപ്പം അവനോട് കെഞ്ചുവാണ്, അമ്മ എനിക്ക് അടിസ്ഥാന ഊർജ്ജം നൽകിയെങ്കിലേ എനിക്ക് എൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുമെന്ന്. പിന്നെ എന്ത് ചെയ്യാനാണ്, എൻ്റെ മോളുടെ ജീവിതമല്ലേ, അതുകൊണ്ടാണ് ഞാനെല്ലാം സഹിക്കുന്നത് എന്നൊക്കെ ആദ്യ സമയത്ത് പറഞ്ഞ മെസ്സേജുകളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അതെല്ലാം അവരെന്നെ കേൾപ്പിച്ചു തന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വല്ലാത്തൊരു അമ്പരപ്പിലായിരുന്നു. ഇതെന്താണ് നടക്കുന്നതെന്ന് ഒരു നിമിഷം എനിക്ക് മനസ്സിലായില്ല. ഈ സ്ത്രീ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്തായാലും രമ്യ ചേച്ചിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ചേച്ചി അത് പാതി വിശ്വസിച്ചില്ല. കാര്യം ഇവർ പറയുന്ന കഥകൾ അത്രത്തോളം വലിയ സത്യസന്ധമായ കഥകളാണ്. സെൻറ്റിമെൻറ്റ്സും കരച്ചിലും ഒക്കെ കൂട്ടിക്കലർത്തി പറയുകയാണ്. ഏതൊരാളാണെങ്കിലും അങ്ങ് വിശ്വസിച്ചു പോകും. അതുമാത്രമല്ല എന്നെ അങ്ങ് വർണ്ണിക്കുകയും കൂടാണ്. ചേച്ചി ഒരു ദിവസം എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. ദേ എൻ്റെ മരുമകൻ ഇവിടെ വന്നപ്പോൾ മറന്ന് ഇട്ടിട്ട് പോയ ജോക്കി എന്ന് പറഞ്ഞ് എനിക്ക് ഫോട്ടോ വരെ ചേച്ചി അയച്ചു തന്നല്ലോ എന്ന്. ശരിക്കും ആരും ഞെട്ടിപ്പോകും. ഇങ്ങനൊരു സംഭവവികാസം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞാൻ പറഞ്ഞു ചേച്ചി ഇതെൻ്റേതല്ല, കാര്യം ഞാൻ ഇങ്ങനെയുള്ളതല്ല ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചേച്ചിയോട് വിശദമായ കാര്യങ്ങളൊക്കെ ഞാൻ കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് എന്തോ ഒരു വിശ്വാസമായി. കാര്യം ഇപ്പോൾ വിളിച്ചാലും എടുക്കില്ല, മറുപടിയില്ല. പണവും കൊണ്ടുപോയി. അപ്പോൾ അവർ കള്ളിയാണെന്ന് മനസ്സിലായി. എന്തായാലും ഞാൻ ചോദിച്ചു, ചേച്ചി എന്തിനാണ് ഈ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ പറഞ്ഞപ്പോഴേക്കും അവർക്ക് പണം കൊടുത്തതെന്ന്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, മോൻ തെറ്റിദ്ധരിക്കരുത്, നിൻ്റെ അമ്മായിമ്മ തന്നെയാണ് എന്നോട് പറഞ്ഞത്. എന്നെക്കുറിച്ച് നീ എപ്പോഴും നല്ല വാക്കുകളാണ് പറഞ്ഞത്. അതുമാത്രമല്ല ഒരു ദിവസം അമ്മായിമ്മ അടുത്ത് ഇടപഴകൊണ്ടിരുന്നപ്പോഴേക്കും നീ എൻ്റെ പേര് വിളിച്ചെന്ന്. അപ്പോൾ നിൻ്റെ അമ്മായിമ്മ കലഹമുണ്ടാക്കി, എന്തിനാണ് രമ്യയുടെ പേര് വിളിക്കുന്നതെന്ന്. അപ്പോൾ നീ പറഞ്ഞെന്ന്, എൻ്റെ മനസ്സിൽ എൻ്റെ ഭാര്യയെക്കാളും അമ്മയെക്കാളും ഒക്കെ സ്ഥാനം രമ്യ ചേച്ചിക്കാണ്. അവിടെ ചെന്നപ്പോൾ മുതൽ ചേച്ചി മാത്രമാണ് എൻ്റെ മനസ്സിൽ. അവർ നല്ലൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ ഒന്നും പ്രകടിപ്പിക്കാതിരിക്കുകയാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി എന്നെ വെറുത്തു പോകുമെന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ അകന്ന് മാറി നിൽക്കുന്നത്. എല്ലാ രാത്രികളും അവരെ ഓർത്താണ് വിക്ഷേപണങ്ങൾ ഞാൻ നടത്തുന്നതെന്ന് അവൻ പറഞ്ഞു. അതുമാത്രമല്ല അമ്മേ ഞാൻ രമ്യെന്ന് വിളിക്കുമ്പോഴേക്കും വിളി കേൾക്കണം എന്നൊക്കെ നീ പറഞ്ഞെന്നുമാണ് നിൻ്റെ അമ്മായിമ്മ എന്നോട് പറഞ്ഞത്. പിന്നെ അവസാനം എന്നോട് പറഞ്ഞു, എന്തായാലും അവന് ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും രമ്യയുടെ അടുത്ത് അവന് വരണമെന്നും സൗഹൃദം കൂടണമെന്നും ആഗ്രഹമുണ്ട്. അത് ഒരു ദിവസം ഞാൻ എല്ലാം റെഡിയാക്കും. ആ സമയത്ത് രമ്യ നോ എന്ന് പറയരുത്. എൻ്റെ മരുമകനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, അവൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് രമ്യ നല്ലൊരു സ്ത്രീയാണെന്ന് എനിക്കറിയാം, പക്ഷേ അവൻ്റെ ആഗ്രഹമായതുകൊണ്ടാണ്. പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് നിൻ്റെ അമ്മായിയമ്മ എന്നെ വല്ലാതെ മോഹിപ്പിക്കുകയും കൊതിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഞാനാണെങ്കിൽ വെറുതെ ഇരുന്നൊരു സ്ത്രീയാണ്, എന്നെ അവർ വാനോളം കൊതിപ്പിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്ത് പറയണമെന്നറിയാതെ ഞാൻ വാ പൊളിച്ചു പോയി. ചേച്ചി ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും നല്ല രീതിയിൽ ജീവിക്കുന്ന ചേച്ചി എന്തിനാണ് അതൊക്കെ അക്സെപ്റ്റ് ചെയ്തത്, വിശ്വസിച്ചത്? അത് മോനെ അറിയാതെ എൻ്റെ മനസ്സും ഒരു വട്ടം എവിടേക്കോ ചാഞ്ഞുപോയി. മോന് ഇതിലൂടെയൊക്കെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ പലരും താമസിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനെ ഇത്ര അടുപ്പമുള്ള ഒരു വിവരണം കിട്ടിയിട്ടില്ലല്ലോ. മോൻ്റെ അമ്മായിമ്മ വന്ന് എൻ്റെ മനസ്സ് അങ്ങ് വെളിയിലേക്ക് ഇട്ടുപോയതാണ്. എന്ത് ചെയ്യാനാ? എന്തായാലും പറ്റിയത് പറ്റി. മോനോട് ക്ഷമിക്കണം. എനിക്കും ഒരു നിമിഷത്തേക്ക് വഴിതെറ്റിയ കാര്യങ്ങൾ തോന്നിപ്പോയി. എന്തായാലും ചേച്ചി വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ ആ പൈസ തരാം. അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള സംസർഗവും വേണ്ട. അത് ക്ലോസ് ചെയ്തേരും, വാട്സാപ്പ് ബ്ലോക്ക് ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചി ഇത് ബ്ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞതിന് പിന്നെ എന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ചേച്ചി എന്നെ വിളിക്കും, ഞാൻ തിരിച്ച് വിളിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അമ്മായിമ്മ പറഞ്ഞ ഒത്തിരി കഥകൾ ഇനിയും ബാക്കിയുണ്ട്. അതൊക്കെ എന്നോട് പറയും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ
അമ്മായിയമ്മ ഇല്ലാത്തതും കാണാത്തതുമായ കാര്യങ്ങൾ എല്ലാം വർണ്ണിക്കും. ഇഞ്ചോടിഞ്ച് എല്ലാം വ്യക്തമായി പറയും. അതൊന്നും യഥാർത്ഥത്തിലുള്ളതാണോ അല്ലയോ എന്ന് ആർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ് ഒരു ദിവസം ചേച്ചി എന്നോട് ചോദിച്ചു, എന്തായാലും ഇത്രയ്ക്കായി, ഇത്രയും സംസാരിച്ചു, എവിടെയോ എനിക്ക് ഒരു മോഹവും അങ്കുരിച്ചു. മോൻ്റെ അമ്മായിയമ്മയുടെ വിക്രിയകൾ അതിനൊരു കാരണമായേക്കാം. എന്നാലും എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചു. കാതരമായ ആ നിമിഷത്തിൽ എന്തോ അവരോട് എനിക്കൊരു അട്രാക്ഷൻ തോന്നിയത് അവിടെ ഫലിച്ചു. ചേച്ചി രാത്രിയായി കഴിഞ്ഞപ്പോൾ 12:30 കഴിഞ്ഞപ്പോഴേക്കും മുകളിലേക്ക് കയറി വന്നു. അന്ന് അവിടെ നൃത്തഗീതികൾ മുഴങ്ങിക്കേട്ടു. ചേച്ചി 2 മണിക്കൂർ കഴിഞ്ഞാണ് താഴേക്ക് പോയത്. അവിടെ ഞങ്ങളുടെ ഒരു പുതിയ ഗാഥയ്ക്ക് തുടക്കം ആരംഭിക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലായി, എക്സ്പീരിയൻസ് മേക്സ് ബെറ്റർ പേഴ്സൺസ്. ഭയങ്കര സാധുവം തോന്നിക്കുന്ന രമ്യ ചേച്ചി യഥാർത്ഥത്തിൽ അമ്മായിമ്മ വർണ്ണിക്കുന്നതിനേക്കാൾ കൂടുതൽ വർണ്ണനകൾ അറിയാവുന്ന ആളാണ്. അവർക്ക് എല്ലാ ഭൂഖണ്ഡങ്ങളിലും ചുറ്റിയടിക്കുന്ന ചുഴലിക്കൊടുങ്കാറ്റിനേക്കാൾ കൂടുതൽ ഊർജവും ആവേശവും വേഗതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരിക്കലും ഒന്നും അറിയാത്ത ഒരു സ്ത്രീ അല്ലെങ്കിൽ ജീവിതം തുടങ്ങുന്നൊരു സ്ത്രീക്ക് അത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭാര്യയും അവരും തമ്മിൽ ഒത്തിരി ആനയാടും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും പുരുഷനായ എനിക്ക് പിന്നീട് ആ ഒരു ചുഴിയിൽപ്പെട്ട് ആലോലമാടാനേ കഴിഞ്ഞുള്ളൂ. ഇങ്ങനെ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ ഒരു ദിവസം ചേച്ചി എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ എനിക്കൊരു സസ്പെൻസ് പറയാനുണ്ട്, ഞാനത് പൊട്ടിക്കുകയാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന്. അപ്പോഴാണ് ചേച്ചി പറഞ്ഞത്, ഇത്രയും നാളും അമ്മായിയമ്മയും ചേച്ചിയും കൂടെ ചേർന്നിട്ടാണ് ഈ കഥകളൊക്കെ ഒന്ന് ശരിയാക്കിയെടുത്തത്. ആദ്യം മോഹമുദിച്ചത് അമ്മായിമ്മയ്ക്ക് തന്നെയാണ്. പക്ഷേ എന്നോട് അധികം അടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും രമ്യ ചേച്ചിയോട് മനസ്സിലുള്ളതെല്ലാം പറഞ്ഞു. അവരാണെങ്കിൽ ആരോടും ഒന്നും പറയാതെ ഇങ്ങനെ ജീവിക്കുകയാണ്. പക്ഷേ എല്ലാം തുറന്നു പറയുന്ന ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവരും അതിനൊക്കെ യെസ് മോളി. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, എടീ ആദ്യം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. നിൻ്റെ ആഗ്രഹം തന്നെ ആദ്യം നടക്കട്ടെ, ഞാൻ പറഞ്ഞു തരാം. അതേപോലെ നീ അവനോട് പറഞ്ഞാൽ മതി. എല്ലാം യഥാർത്ഥമായിരിക്കണം. പണം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നീ കരയുകയും യഥാർത്ഥമാണെന്ന് തോന്നി അവനോട് വാങ്ങുകയും വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പറഞ്ഞ പോലെ ചെയ്തു. ആ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ടായി. ചേച്ചി ഞാൻ തമ്മിൽ അടുപ്പത്തിലായി. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അമ്മായിയമ്മയ്ക്ക് അവസരങ്ങൾ തേടാനുള്ള സമയമായതുകൊണ്ട് എന്നോട് ചേച്ചി നിർബന്ധിച്ചു, പ്ലീസ്, നിൻ്റെ അമ്മായിയമ്മ ഒരു പഞ്ചപാവമാണ്. യഥാർത്ഥത്തിൽ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ ഇതിനെല്ലാം നിന്നത്. അവർക്കും മോഹങ്ങളില്ലേ? ഇപ്പോൾ നിനക്കാദ്യം എന്നെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ നമ്മൾ ഒരു കൂട്ടായി കഴിഞ്ഞപ്പോഴേക്കും എത്ര നല്ല ബെനിഫിറ്റാണ് നിൻ്റെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് ഒന്ന് നീ നോന്ന് പറയരുത്. ഒരു വട്ടം ചേച്ചിക്ക് വേണ്ടി പ്ലീസ് എന്ന് പറഞ്ഞ് ചേച്ചി സ്നേഹത്തോടെ എന്നെ വട്ടക്കാലിൽ നട്ടം തിരിച്ചങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും നോ പറയാൻ പറ്റിയില്ല. അടുത്ത ആഴ്ച തന്നെ വൈ പറയാതെ അമ്മായിമ്മ വന്നു. ചേച്ചി അതിനുവേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തു. അന്ന് ആദ്യം മനസ്സില്ലാ മനസ്സോടെ തുടങ്ങിയ എനിക്ക് അതും വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കുന്ന രീതിയിലേക്ക് വരേണ്ടി വന്നു. ഈ കുതിരയെ അഴിച്ചുവിട്ടാൽ പിന്നെ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലായി. ചുരുക്കം പറഞ്ഞാൽ നല്ല വ്യക്തിത്വം ഉണ്ടായിരുന്ന ഞാൻ ഈ ഒരു രീതിയിൽ ആയിപ്പോയി. അത് മാറ്റാനും പറ്റുന്നില്ല. എൻ്റെ ഭാര്യയ്ക്ക് ഒന്നും അറിയില്ല. അവൾ നല്ലൊരു വ്യക്തിയാണ്. പഴയതുപോലെ ഒരു സ്നേഹമൊന്നും എനിക്ക് അവളോട് തോന്നില്ല മാഡം. ശരിക്കും ഇത് ഒരു ട്രാപ്പാണെന്ന് എനിക്കറിയാം. ഇതിൽ നിന്ന് കൗൺസിലിംഗ് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ മാഡം? എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കുന്നത് അത്ര നല്ല രസമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 2 പേരോ 3 പേരോ ടാർഗറ്റ് ചെയ്ത് അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രാപ്പിൽ നിങ്ങൾ വീണ് പോയിരിക്കുകയാണ്. ആര് വന്ന് അഴിച്ചു വിട്ടാലും എന്ത് കഥ മെനഞ്ഞാലും കുതിര ഓടിപ്പോകുമെന്ന് പറഞ്ഞത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. അത് മെച്ചപ്പെടുത്തുക. നല്ലവളായ ഭാര്യയെ വഞ്ചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായീകരിക്കത്തക്ക കാര്യമല്ല. അതുകൊണ്ട് ഇവരോട് 2 പേരോടും നോ പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ആ വീട്ടിൽ തന്നെ താമസിക്കണമെന്നില്ലല്ലോ. വേറെ എത്രയോ സിറ്റികളിൽ റൂമുകളും വീടുകളൊക്കെ ഉണ്ട്. അവിടേക്ക് മാറുക. ഈ സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതേത് രീതിയിൽ കോംപ്ലിക്കേഷൻ ആകുമെന്ന് അറിയില്ല. ഒന്നാമത് സ്വന്തം മകളെപ്പോലും കൺസിഡർ ചെയ്യാത്ത ഒരു അമ്മ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നല്ല വഴിക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വയം തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ആളെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുക. നല്ലൊരു തീരുമാനം എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും പറയാനില്ല.